ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ പാർട്ട് 4 ആണ് കേട്ടോ ചെയ്യണത്. നമ്മൾ പാർട്ട് 1ഉം 2ഉം 3 ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും അത് കാണാത്തുണ്ടെങ്കിൽ പാർട്ട് 1ഉം 2ഉം 3ഉം കാണാം, അതിനുശേഷം വീഡിയോയിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ക്വാണ്ടം നമ്പേഴ്സ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഈ ടോപ്പിക് എന്ന് ഡിസ്കസ് ചെയ്യാം. ഓഗസ്റ്റ് 2018 മാർച്ച് 2008 ക്വാണ്ടം നമ്പർ ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ക്വാണ്ടം നമ്പറിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഏതൊക്കെയാണ് ആ ക്വാണ്ടം നമ്പേഴ്സ്, ഓരോ ക്വാണ്ടം നമ്പേഴ്സും ഞാൻ ഇതിൽ പറയുന്ന പോലെ ഡിഫൈൻ ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ക്വാണ്ടം നമ്പറിൻ്റെ ഡെഫിനിഷൻ നോക്കാം. Quantum numbers are a set of 4 numbers which give an idea about size, shape and orientation, that is direction of orbitals and spin of electrons. അപ്പോൾ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ 4 നമ്പേഴ്സിൻ്റെ ഒരു സെറ്റാണ്. അതെന്തൊക്കെ ഐഡിയ തരുമെന്നറിയോ? സൈസിനെ പറ്റി, ഷേപ്പിനെ പറ്റി, ഓർബിറ്റലിൻ്റെ ഓറിയൻറ്റേഷനൊക്കെ പറ്റിയിട്ട് ഒരു ഐഡിയ തരും. ഓർബിറ്റൽസിൻ്റെ സൈസ്, ഷേപ്പ്, ഓറിയൻറ്റേഷനും ഇലക്ട്രോൺസിൻ്റെ സ്പിന്നിനെ പറ്റിയിട്ടുള്ള ഐഡിയാസും തരും. ഓക്കെ, ആ 4 ക്വാണ്ടം നമ്പേഴ്സാണ് എന്ത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n, രണ്ടാമത്തത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ സബ്സ്യൂഡറി ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ എന്നൊക്കെ പറയുന്ന L, മൂന്നാമത്തെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ M, നാലാമത്തെ സ്പിൻ ക്വാണ്ടം നമ്പർ S. അപ്പോൾ എന്താണ് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n എന്ന് നോക്കാം. ഇറ്റ് ഗിവ്സ് എൻ ഐഡിയ അബൌട്ട് ഫസ്റ്റ് ദ പ്രിൻസിപ്പൽ എനർജി ലെവൽ ഓർ ദ മെയിൻ ഷെൽ ഇൻ വിച്ച് എൻ ഇലക്ട്രോൺ ഇസ് പ്രസൻറ്റ്. ഫസ്റ്റ് ആയിട്ടുള്ള, അതായത് മെയിൻ ആയിട്ടുള്ള ഷെല്ലിൻ്റെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ തരും. രണ്ടാമത് ദി ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് എൻ ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ്, ദാറ്റ് ഈസ് എൻ ഐഡിയ അബൌട്ട് സൈസ്. ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ ആവറേജ് ഡിസ്റ്റൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു തരും. ആസ് എ വാല്യൂ ഓഫ് n ഇൻക്രീസസ്, ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസ് ആൻഡ് സൈസ് ഇൻക്രീസ്. എന്നുള്ള വാല്യൂ, എന്നിൻ്റെ വാല്യൂ കൂടുന്തോറും ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുതലാവുകയാണ്. അതായത് എന്നിൻ്റെ വാല്യൂ കൂടുന്തോറും ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് വളരെ ഡിസ്റ്റൻസിൽ അകന്നു പോവുകയാണ്. അപ്പോൾ സൈസും കൂടും. ഓക്കെ, ഇനി മൂന്നാമത് n ക്യാൻ ഹാവ് വാല്യൂസ് 1, 2, 3, 4 വിച്ച് റിപ്രസെൻറ്റ് K, L, M, N ഷെൽസ്. എന്നിന് 1, 2, 3, 4 അങ്ങനെ തുടർന്ന് വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ അത് K, L, M, N ഷെൽസിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യണം. ഇനി ഫോർത്ത്, by knowing the values of n, we can calculate energy of an electron in any level by the expression En is equal to minus 2 pi square me raised to 4 z square by n square z square. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏത് ലെവലിലുള്ള ഒരു ഇലക്ട്രോണിൻ്റെ എനർജിയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഈ എക്സ്പ്രഷൻ വഴി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 4 ഐഡിയാസ്. ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ തരുന്ന 4 ഐഡിയാസാണ്. ഒന്ന്, മെയിൻ ഷെല്ലിൽ ഇലക്ട്രോൺ പ്രസൻ്റ് ആയിരിക്കണം, മെയിൻ ഷെല്ലാണെന്നുള്ള ഒരു ഐഡിയ തരും. രണ്ടാമത് ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോൺ നിൽക്കുന്ന ആവറേജ് ഡിസ്റ്റൻസിനെ പറ്റിയിട്ടുള്ള ഐഡിയ തരും. 3, എന്നിന് 1, 2, 3, 4 വാല്യൂസ് ഉണ്ടാവും. അത് K, L, M, N ഷെൽസിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യണേന്ന് പറഞ്ഞു തരും. എന്നിൻ്റെ വാല്യൂ പറഞ്ഞാൽ നമുക്ക് ഏതൊരു ലെവലിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജിയും കണ്ടുപിടിക്കാം ഈ എക്സ്പ്രഷൻ വഴി. ഇനി രണ്ടാമത്തെ സിമുത്തൽ ക്വാണ്ടം നമ്പർ L. ദി ഇലക്ട്രോൺസ് ഹാവിങ് ദ സെയിം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡു നോട്ട് ഹാവ് ദി സെയിം എനർജി. അതായത് ഇലക്ട്രോൺസിന് സെയിം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആവാം, പക്ഷെ അങ്ങനെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സെയിം ആണെന്ന് വെച്ചിട്ട് അവർക്ക് സെയിം എനർജി തന്നെയാവണമെന്നില്ല. അതാണ് സിമുത്തൽ ക്വാണ്ടം നമ്പർ പറയുന്നത്. ബേസ്ഡ് ഓൺ ദി എനർജി ഓഫ് ഇലക്ട്രോൺസ്, ദ ഷെൽസ് ആർ ഡിവൈഡഡ് ഇൻ ടു സബ് ഷെൽസ്, സബ് ലെവൽ. ഇലക്ട്രോൺസിൻ്റെ എനർജീനെ ബേസ് ചെയ്തിട്ട് ഷെൽസിനെ സബ് ഷെൽസും സബ് ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഹെൻസ് എ സിമുത്തൽ ക്വാണ്ടം നമ്പർ ഗിവ്സ് എൻ ഐഡിയ അബൌട്ട് ദ നമ്പർ ഓഫ് സബ് ഷെൽസ് അണ്ടർ എ പെർട്ടിക്കുലർ മെയിൻ ഷെൽ. ഒരു പെർട്ടിക്കുലർ മെയിൻ ഷെല്ലിൽ എത്ര നമ്പർ ഓഫ് സബ് ഷെൽസ് ഉള്ളതിൻ്റെ ഒരു ഐഡിയ, എത്ര നമ്പർ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ തരുന്നുണ്ട്. രണ്ടാമതായിട്ട് ആംഗുലർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റത്തിനെ പറ്റിയിട്ടൊരു ഐഡിയ തരുന്നുണ്ട്. മൂന്നാമതായിട്ട് ഓർബിറ്റലിൻ്റെ ഷേപ്പിനെ പറ്റിയൊരു ഐഡിയ തരുന്നുണ്ട്. ഓർബിറ്റലിൻ്റെ ഷേപ്പിനെ പറ്റിയൊരു ഐഡിയ തരുന്നുണ്ട്. പിന്നെ വാല്യൂ ഓഫ് L ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് n. എൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും Lൻ്റെ വാല്യൂ. L ക്യാൻ ഹാവ് വാല്യൂ സ്റ്റാർട്ടിങ് ഫ്രം 0 അപ് ടു n-1. 0 തുടങ്ങി n-1 വരെയുള്ള വാല്യൂസ് Lന് ഉണ്ടാവും. അതായത് when n is equal to 1, L is equal to 0. n 1 ആണെങ്കിൽ L 0 ആയിരിക്കും. 0 തൊട്ട് n-1 അല്ലേ, 0 ഉണ്ടാവും. n-1 എന്ന് പറയുമ്പോൾ എന്താ, 1 - 1 0. അപ്പോൾ 0 തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ ഒരു സബ് ഷെല്ല് ഉണ്ടാവുള്ളൂ. ഇനി n equal to 2 ആകുമ്പോൾ എന്തുണ്ടാവും, 0 തൊട്ട് n-1. n-1 2 - 1 1. അപ്പോൾ 0യും 1ഉം. അപ്പോൾ സെക്കൻഡ് ഷെല്ലിൽ 2 സബ് ഷെല്ല് ഉണ്ടാവും. ഇനി n equal to 3 പറയുമ്പോൾ L equal to 0 1 2. n-1 എന്ന് പറഞ്ഞാൽ 3 - 1 2. അപ്പോൾ 0 തൊട്ട് 2 വരെ.
തേർഡ് ഷെല്ലിൽ 3 സബ്ഷെൽസ് ഉണ്ടാവും. n = 4 ആണെങ്കിൽ 0, 1, 2, 3 ആണ് എല്ലിൻ്റെ വാല്യൂസ്. ഫോർത്ത് ഷെല്ലിൽ 4 സബ്ഷെൽസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്തത് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ വെൻ L = 0 S സബ്ഷെല്ലാണെന്ന് മനസ്സിലാക്കുക. L 0 ആണെങ്കിൽ S ആണ് അവിടുത്തെ സബ്ഷെൽ, L 1 ആണെങ്കിൽ P ആണ് സബ്ഷെൽ, L 2 ആണെങ്കിൽ D ആണ് സബ്ഷെൽ, L 3 ആണെങ്കിൽ F ആണ് സബ്ഷെൽ. ആ എസിൻ്റെയും പിൻ്റെയും ഡിൻ്റെയും എഫിൻ്റെയും ഫുൾ ഫോം നിങ്ങൾ പഠിച്ച് വെക്കണം, ജസ്റ്റ് അറിയാൻ വേണ്ടി എഴുതിയെന്നുള്ളൂ. ഷാർപ്പ്, പ്രിൻസിപ്പിൾ, ഡിഫ്യൂസ്, ഫണ്ടമെൻ്റൽ, ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. ബട്ട് നിങ്ങൾ എസ്, പി, ഡി, എഫ് എന്ന് പഠിച്ചാൽ മതി. L 0 ആണെങ്കിൽ എസ് എന്നും, 1 ആണെങ്കിൽ പി എന്നും, 2 ആണെങ്കിൽ ഡി എന്നും, 3 ആണെങ്കിൽ എഫ് എന്നും പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വാണ്ടം നമ്പറാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ആൻഡ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് സ്മോൾ ലെറ്റർ m. The electrons present in a particular shell orientate themselves to certain specified regions in space which are known as orbital. അപ്പോൾ ഇലക്ട്രോൺസ് ഒരു പർട്ടിക്കുലർ സബ് ഷെല്ലിൽ ഇങ്ങനെ ഓറിയൻറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഒരു സ്പെസിഫൈഡ് റീജിയനിൽ, സ്പേസിൽ ഒരു സ്പെസിഫൈഡ് റീജിയനിൽ ഇലക്ട്രോൺസ് ഒരു പർട്ടിക്കുലർ സബ് ഷെല്ലിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിനാണ് ഓർബിറ്റൽ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ hence the magnetic quantum number gives first the number of orbitals under a particular subshell, second value of m depends upon L. അപ്പോൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്തൊക്കെ തരും? ഒരു പെർട്ടിക്കുലർ സബ്ഷെല്ലിൽ എത്ര നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഉണ്ടെന്നുള്ളൊരു ഐഡിയ തരും. പിന്നെ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എല്ലിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യും. എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്നിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. m can have value starting from -L through 0 up to +L giving a total of 2L + 1 values. എമ്മിന് എന്തൊക്കെ വാല്യൂസ് ഉണ്ടാവുക? -L തൊട്ട് 0 കവർ ചെയ്ത് +L വരെ ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ എത്രയുണ്ട്? 2L + 1 വാല്യൂസ് ഉണ്ട്. ഇനി നാലാമത്തെ സ്പിൻ ക്വാണ്ടം നമ്പർ S എന്ന് ഡിനോട്ട് ചെയ്യും. ഇലക്ട്രോൺസ് ആർ നോട്ട് ഓൺലി റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ബട്ട് സ്പിന്നിങ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. അപ്പോൾ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുക മാത്രമല്ല, അതിൻ്റെ ഓൺ ആക്സിസിൽ തന്നെ അത് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ പറയുന്നത്. ദ സ്പിൻ മേ ബി ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ മേലേക്ക്, ആൻറ്റി ക്ലോക്ക് വൈസ് താഴത്തേക്കാണ് കേട്ടോ. അപ്പോൾ സ്പിൻ ക്ലോക്ക് വൈസ് ആവാം, ആൻറ്റി ക്ലോക്ക് വൈസ് ആവാം. The values of spin quantum number are +12 and -12. സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് +12 ഉം -12 ആണ്. ഇനി L = 0 ആണെങ്കിൽ m = 0 ആയിരിക്കും അല്ലേ? L 0 ആണെങ്കിൽ -L തൊട്ട് +L വരെ അല്ലേ? അപ്പോൾ L 0 ആണെങ്കിൽ 0ന് നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും ഇല്ലാത്ത കാരണം m 0 തന്നെ. അപ്പോൾ S സബ്ഷെല്ലിന് ഒരു ഓർബിറ്റലുള്ളൂ. ഇനി L 1 ആകുമ്പോൾ എമ്മിന് എന്തൊക്കെ വരും? -1 തൊട്ട് +1 വരെ. അപ്പോൾ Pന് എത്ര ഉണ്ട്? 3 ഓർബിറ്റൽസ് ഉണ്ട്. L 2 ആകുമ്പോൾ എമ്മിന് -2 തൊട്ട് +2 വരെ ഉണ്ട്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 5 ഓർബിറ്റൽസ് ഉണ്ട്. L 3 ആകുമ്പോൾ എമ്മിന് എത്ര എണ്ണം ഉണ്ട്? -3 തൊട്ട് +3 വരെ ഉണ്ട്. അപ്പോൾ എഫിന് എത്ര സബ്ഷെല്ലുണ്ട്? എഫ് സബ്ഷെല്ലിന് എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 7 എണ്ണം. അപ്പോൾ ഈച്ച് ഓർബിറ്റൽ ക്യാൻ അക്കോമഡേറ്റ് 2 ഇലക്ട്രോൺസ് വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ. ഓപ്പോസിറ്റ് സ്പിന്നുള്ള 2 ഇലക്ട്രോൺസ് ഓരോ ഓർബിറ്റലിനും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് -3 അവിടെ +12 -12 ഉണ്ടാവും. അത് വ്യക്തമായിട്ട് നമ്മളൊരു ടേബിളിൽ വരച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിച്ച് തരാം. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് ഇൻ എ മെയിൻ ഷെൽ എന്ന് പറയുന്നത് 2n² ആണ്. ഒരു മെയിൻ ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2n² ആണ്. ഇനി quantum number is regarded as the address of an electron because by knowing the values of n, l, m, s we can get the idea of size, shape, orientation of orbital spin of electrons. അപ്പോൾ ക്വാണ്ടം നമ്പറിനെ ഇലക്ട്രോൺസിൻ്റെ അഡ്രസ്സ് ആയിട്ടാണ് കണക്കാക്കുക. ഈ സെൻറ്റൻസ് പഠിച്ചു വെച്ചോളൂ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എന്നിൻ്റെ, എല്ലിൻ്റെ, എമ്മിൻ്റെ, എസിൻ്റെ ഒക്കെ വാല്യൂസ് അറിഞ്ഞാൽ ഓർബിറ്റലിൻ്റെ സൈസും ഷേപ്പും ഓറിയൻറ്റേഷനും ഒപ്പം ഇലക്ട്രോൺസിൻ്റെ സ്പിന്നും അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും വരെയുള്ള പോയിൻറ്റ്സ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ബൈ ഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക. ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് കാണുക വീഡിയോ. എന്നിട്ട് അവർ പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളത് പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങൾക്കത് എന്തായാലും ക്വസ്റ്റ്യൻ അത് എക്സാംസിന് ചോദിക്കുമ്പോൾ ഭയങ്കര ബെനിഫിഷ്യൽ ആവും, ഉറപ്പാണ്. കാരണം എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ക്വാണ്ടം നമ്പേഴ്സ് അറ്റ്ലീസ്റ്റ് അവരുടെ നെയിമെങ്കിലും ചോദിക്കാണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ്. ഇനിയാണ് ഞാനിപ്പോൾ പറഞ്ഞ ബോക്സിനെ പറ്റിയിട്ട് പറയാൻ പോണേ കേട്ടോ. n, l, m, s പിന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇതാണ് ടേബിൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് n 1 എടുക്കുമ്പോൾ 0 തൊട്ട് n - 1 വരെ പറ്റില്ലേ? അപ്പോൾ 0 കിട്ടി.
n മൈനസ് 1 എന്ന് പറയുമ്പോൾ 1 മൈനസ് 1 0. ഇത് മൈനസ് m എന്ന് പറഞ്ഞാൽ മൈനസ് എൽ തൊട്ട് പോസിറ്റീവ് എൽ വരെ, അപ്പോൾ 0 തന്നെ. എസ്സിൽ പ്ലസ് ഹാഫ് ഉണ്ട് മൈനസ് ഹാഫ് ഉണ്ട്. ഓരോ ഓർബിറ്റലിൽ ഇതൊരു ഓർബിറ്റൽ അല്ലേ, ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാം. അപ്പോൾ പ്ലസ് ഹാഫും മൈനസ് ഹാഫും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 2. ഇനി 2 എടുക്കുകയാണെങ്കിൽ അതിനെ എൽ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? 0 തൊട്ട് n മൈനസ് 1 2 മൈനസ് 1 വരെ, അപ്പോൾ 0യും 1ഉം. 0 ആണെങ്കിൽ m എന്തായിരിക്കും? 0 പ്ലസ് ഹാഫും മൈനസ് ഹാഫും. 1 ആണെങ്കിൽ മൈനസ് 1 തൊട്ട് പോസിറ്റീവ് 1 വരെ, അപ്പോൾ ഓരോന്നിനും പ്ലസ് ഹാഫും മൈനസ് ഹാഫും ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇത് എണ്ണുമ്പോൾ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 8. ഇനി 3 ആണ് എന്നിൻ്റെ വാല്യൂ എങ്കിൽ 0 തൊട്ട് 2 വരെ. n മൈനസ് 1 എന്ന് പറയുമ്പോൾ 3 മൈനസ് 1 2, അപ്പോൾ 0 to 2 വരെ ഉണ്ട്. 0 ആണെങ്കിൽ 0, 1 ആണെങ്കിൽ മൈനസ് 1 തൊട്ട് പ്ലസ് 1, 2 ആണെങ്കിൽ മൈനസ് 2 തൊട്ട് പ്ലസ് 2. അപ്പോൾ ഓരോന്നിലും പ്ലസ് ഹാഫും മൈനസ് ഹാഫും ഓരോ ഓർബിറ്റലിൽ വീതമുണ്ട്. അങ്ങനെ 18 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി n = 4 ആണെങ്കിൽ 0 തൊട്ട് 3 വരെയാണ് നമ്മുടെ സബ് ഷെല്ല്. അപ്പോൾ ഓരോന്നിലും എങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വരിക? 0 മൈനസ് 1 തൊട്ട് പ്ലസ് 1, മൈനസ് 2 തൊട്ട് പ്ലസ് 2, മൈനസ് 3 തൊട്ട് പ്ലസ് 3, അങ്ങനെ എല്ലാത്തേനും പ്ലസ് ഹാഫും മൈനസ് ഹാഫും സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ അവിടെ ഉണ്ടാവും. അങ്ങനെ 32 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, ഒരു ക്വാണ്ടം നമ്പേഴ്സിൻ്റെ ഒരു ഓവർവ്യൂ ആണ് കേട്ടോ ഈ ടേബിൾ. ഇനി അടുത്തത് റൂൾസ് ഫോർ റൈറ്റിംഗ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലിമെൻറ്റ്സ്. ഓരോ എലിമെൻറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ അതിനൊരു റൂൾസ് ഉണ്ട്. എന്താണ് ആ റൂൾസ് എന്ന് നോക്കാം. 3 മെയിൻ റൂൾസ് ആണുള്ളത്. ഓഫ്ബോ പ്രിൻസിപ്പിൾ, ബിൽഡിംഗ് അപ്പ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയും. സെപ്റ്റംബർ 2012 ചോദിച്ച ചോദ്യം കേട്ടോ. എന്താണ് ഓഫ്ബോ പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. അതിൻ്റെ ഡെഫിനേഷൻ: ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ വേരിയസ് ഓർബിറ്റൽസ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. ഓരോ ഓർബിറ്റലിലും ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എനർജി കൂടുന്നതിനനുസരിച്ചിട്ടാണ്. ദാറ്റ് ഈസ് ഓർബിറ്റൽ വിത്ത് ലീസ്റ്റ് ഓർ ലോവസ്റ്റ് എനർജി ഈസ് ഫിൽഡ് ഫസ്റ്റ്. ഏറ്റവും ലോവസ്റ്റ് എനർജി ആർക്കാണോ അതിനെയാണ് ആദ്യം ഫില്ല് ചെയ്യുക. ദിസ് ഈസ് അക്കോർഡിംഗ് ടു n+l വാല്യൂ. എങ്ങനെയാണ് എനർജി കൺസിഡർ ചെയ്യുക? n+l വാല്യൂ വെച്ചിട്ട്. ദ ഓർബിറ്റൽ വിത്ത് ലീസ്റ്റ് n+l വാല്യൂ ഇസ് ഫിൽഡ് ഫസ്റ്റ്. ആർക്കാണോ കുറവ് n+l വാല്യൂ അതിനെയാണ് ആദ്യം ഫില്ല് ചെയ്യുക. If n+l values are same for 2 orbitals, രണ്ട് ഓർബിറ്റൽസിന് n+l വാല്യൂ സെയിം ആണെങ്കിൽ the orbital with the least n value is filled first. ആർക്കാണോ n വാല്യൂ ചെറുത് അവരെയായിരിക്കും ആദ്യം ഫില്ല് ചെയ്യുക. ഓക്കെ, the increasing order of energies for various orbitals is 1s, 2s, 2p, 3s, 3p, 4s, 3d, 4p, 5s. ഇങ്ങനെയാണ് ഓരോ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. കാണാപ്പാഠം പഠിക്കണ്ട, അതിനൊരു ട്രിക്ക് ഉണ്ട്, പറഞ്ഞു തരാം. ആദ്യം നമുക്കിത് മനസ്സിലാക്കാം. 1s എന്ന് പറയുമ്പോൾ എന്താ? 1 പ്ലസ് s എന്ന് പറയുമ്പോൾ l 0 അല്ലേ. s സബ്ഷലാണെങ്കിൽ l 0, അപ്പോൾ 1 + 0 1. 2s എന്ന് പറയുമ്പോൾ 2 + 0 2, അപ്പോൾ 1 ആണ് ഏറ്റവും ചെറുത്, പിന്നെ 2. പിന്നെ 2p എന്ന് പറയുമ്പോൾ 2 + 1 3, അപ്പോൾ എന്തായാലും 2 ആണ് 3-നേക്കാൾ ചെറുത്, അപ്പോൾ 2s പിന്നെ വന്നു, പിന്നെ 2p വന്നു. പിന്നെ 3s പറയുമ്പോൾ 3 + 0 3, അപ്പോൾ 2pൻ്റെ അവിടെയും 3sൻ്റെ അവിടെയും 3 വരുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് നോക്കാനാണ് പറഞ്ഞത്? n+l വാല്യൂ സെയിം ആണെങ്കിൽ പിന്നെ n-ൽ ഏതാണോ ചെറുത് അവരാണ് ആദ്യം വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ n-ൽ ഏതാ ചെറുത്? 2 ആണോ 3 ആണോ? 2 ആണ്, അപ്പോൾ 2p. അത് കഴിഞ്ഞ് 3s, പിന്നെ 3p. 3pയിൽ നോക്കുമ്പോൾ 3 + 1 4. 4s നോക്കുമ്പോൾ 4 + 0 4, അവിടെയും 4. അപ്പോൾ ഇതിൽ ഏതാ n-ൻ്റെ വാല്യൂ ചെറുത്? 3. അപ്പോൾ 3p ആണ് ആദ്യം വരിക, പിന്നെ 4s, പിന്നെ 3d, പിന്നെ 4p, പിന്നെ 5s, അങ്ങനെ പോകും. ഓക്കെ, ഇനി ഇത് നമ്മുടെ ടെക്സ്റ്റിൽ കാണുന്ന ഒരു ഡയഗ്രാമാണ്. 1s, 2s, 3s, 4s, 5s, 6s, അങ്ങനെ 7s വരെ. ഇവിടെ 2p, 3p, 4p, 5p, 6p, 7p, പിന്നെ 3d, 4d, 5d, 6d, പിന്നെ 4f, 5f, ഇങ്ങനെ എഴുതി വയ്ക്കാം. ഇതൊരു ടൈപ്പ് ഓഫ് ഷോർട്ട് കട്ടാണ്. വേറൊരു എളുപ്പ വഴിയും കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞത് ടെക്സ്റ്റിലായതുകൊണ്ട് ഞാനൊന്ന് എഴുതിയെന്നുള്ളൂ. ഓക്കെ, ആദ്യമാണ് 1 തൊട്ട് 7 വരെയുള്ള 1s, 2s, 3s, അങ്ങനെ 7 വരെ എഴുതാം. പിന്നെ 2p ഒരെണ്ണം, ഒരു 1p വിട്ടിട്ട് ബാക്കിയല്ലാതെ എഴുതാം. 2p തൊട്ട് 7p വരെ എഴുതുക. പിന്നെ 1ഉം 2ഉം 7ഉം വിട്ടിട്ട് 3 തൊട്ട് 6 വരെയുള്ള ഡികൾ എഴുതുക. 3d, 4d, 5d, 6d, പിന്നെ 4fഉം 5f എഴുതുക. എന്നിട്ട് ഇങ്ങനെ ആരോസ് ഇടുക, അതായത് 1sൻ്റെ അവിടെ, പിന്നെ 2sൻ്റെ അവിടെ, പിന്നെ 2p തൊട്ട് 3sൻ്റെ അവിടെ, അങ്ങനെയായിട്ട് കണ്ടു. ഇവിടെ 1sൻ്റെ അവിടെ ഒരു ആരോ, പിന്നെ 2sൻ്റെ അവിടെ ഒരു ആരോ, പിന്നെ 2pൻ്റെ അവിടെ ഒരു ആരോ, പിന്നെ 3p തൊട്ട് 4s, പിന്നെ 3d, 4p, 5s പോയിട്ടുള്ള ഒരു ആരോ, പിന്നെ 4d, 5p, 6s പോയിട്ടുള്ള ഒരു ആരോ, പിന്നെ 4f, 5d, 6p, 7s പോയിട്ടുള്ള ആരോ, പിന്നെ 5f, 6d, 7p പോയിട്ടുള്ള ആരോ. അപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ എഴുതുകയെന്ന് വെച്ചാൽ 1s കഴിഞ്ഞാൽ അടുത്തത് ആരാന്ന് നോക്കാം. അപ്പോൾ 2s കഴിഞ്ഞാൽ പിന്നെ ആരാ? 2p
2p കഴിഞ്ഞാൽ 3s, പിന്നെ നമ്മൾ അങ്ങനെ പോയി 3p കഴിഞ്ഞാൽ 4s കഴിഞ്ഞാൽ പിന്നെ ആരാ 3d കഴിഞ്ഞാൽ 4p, പിന്നെ 5s, പിന്നെ നമുക്ക് 4d ആണുള്ളത്, പിന്നെ 5p ആണ്, 6s. നമുക്ക് മാക്സിമം 5s ഒക്കെ വരെ പഠിച്ചാൽ മതി. ഓക്കെ, മാക്സിമം പോയാൽ 5f ഒക്കെ വരെ, അല്ല അതിനും കൂടുതൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. 5p വരെയൊക്കെ നമുക്ക് വേണ്ടു, 5p 5s ഒക്കെ വരെ വേണ്ടു, അതിനും കൂടുതൽ വേണ്ട 11th. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്നുള്ള എളുപ്പ വഴിയിൽ പഠിക്കുക. ഇതല്ലാണ്ട് വേറൊരു ട്രിക്കും കൂടിയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. നോക്കൂ, ഇങ്ങനെ എഴുതാം. അതായത് ആദ്യം തന്നെ ഈ SPDFൻ്റെ ഷോർട്ട് കട്ട് വേർഡ്സ് എന്താണെന്ന് നോക്കാം. ഇത് അതിൻ്റെ ഫുൾ ഫോം അല്ല കേട്ടോ, ഷോർട്ട് കട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നത്. എസ്സിന് സ്കൂളിൽ നിന്ന് ഡിനോട്ട് ചെയ്യുക, പിന്നെ പബ്ലിക്, ഡി ഡൽഹി, എഫ് ഫോറിൻ. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ ഫുൾ ഫോം അല്ല, ട്രിക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, സ്കൂൾ, പബ്ലിക്, ഡൽഹി, ഫോറിൻ. ഓക്കെ, എസ് എന്ന് പറയുന്നത് എസ് സബ്ഷെല്ലിന്, പി എന്ന് പറയുന്നത് പി സബ്ഷെൽ, ഡി എന്ന് പറയുന്നത് ഡി സബ്ഷെൽ, എഫ് എന്ന് പറയുന്നത് എഫ് സബ്ഷെൽ. ഇവിടെ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്? 2. ഇവിടെ 6, ഇവിടെ 10, ഇവിടെ 14. അപ്പോൾ നോക്കാം, ഇങ്ങനെ വേണം എഴുതാൻ. ആദ്യം നമ്മൾ SPDFനെ ഫില്ല് ചെയ്യണം കേട്ടോ. സ്കൂൾ ഈ 1 2 നമ്പറിംഗ് ഒന്നും വേണ്ട, ജസ്റ്റ് ലെറ്റേഴ്സ് എഴുതാം ആദ്യം. SS, PS, PS, DPS, DPS, FDPS, FDPS, അങ്ങനെ എഴുതുക. അതായത് സ്കൂൾ, പബ്ലിക് സ്കൂൾ, ഡൽഹി പബ്ലിക് സ്കൂൾ, ഫോറിൻ ഡൽഹി പബ്ലിക് സ്കൂൾ, അങ്ങനെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫില്ല് ചെയ്യും 1 to 4 വരെ. അതിനുശേഷം പിന്നെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ SPDF അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഇപ്പോൾ ഇവിടെ 1s അല്ലേ, ഇനി അടുത്ത S വരുന്നത് ഇവിടെയാണ്, അപ്പോൾ അതിന് 2 കൊടുക്കുക. പിന്നെ അടുത്ത S എവിടെയാണ് ഉള്ളത് നോക്കുക, ഇവിടെയാണ് വരുന്നത്, അതിന് 3 എന്ന് കൊടുക്കുക. പിന്നെ അടുത്ത S എവിടെയാണ് വരുന്നത്, 4 എന്ന് കൊടുക്കുക. പിന്നെ അടുത്ത S എവിടെയാണ് വരുന്നത്, ഇവിടെ 5. പിന്നെ അടുത്ത S 6, പിന്നെ അടുത്ത S 7, പിന്നെ അടുത്തത് 8. ഓക്കെ, ഇവിടെ ഇത്രയ്ക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല, നമ്മൾ 5p 5s ഒക്കെ വരെ പഠിക്കണ്ടു. ഓക്കെ, ക്ലാസ് 11 കേട്ടോ. പിന്നെ ഇനി അടുത്തത് നോക്കേണ്ടത് പി ഇവിടെ 2 ആണ്, ഇനി അടുത്ത P വരുന്നത് ഇവിടെ, അപ്പോൾ 3 കൊടുക്കുക. പിന്നെ അടുത്ത P വരുന്നത് 4, അവിടെ 4 കൊടുക്കുക. പിന്നെ അടുത്ത P വരുന്നത് ഇവിടെ 5, പിന്നെ അങ്ങനെ 6, അങ്ങനെ ചെയ്തു പോവാം. പിന്നെ അടുത്തത് ഡി ഇവിടെ 3 വരുന്നുണ്ട്, പിന്നെ ഡി വരുന്നത് ഇവിടെ 4, പിന്നെ ഡി വരുന്നത് ഇവിടെ 5, അങ്ങനെ ചെയ്തു പോവാം. അതുപോലെ തന്നെ എഫ് ഇവിടെയാണ് വരുന്നത് 4, പിന്നെ ഇവിടെ വരുന്നത് 5. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഓർഡറിൽ പോകുക. അതായത് 1s കഴിഞ്ഞാൽ 2s, പിന്നെ 2p, പിന്നെ 3s, പിന്നെ 3p 4s, പിന്നെ 3d 4p 5s, ഇങ്ങനത്തെ ഒരു ഓർഡറിൽ പോവുക. ഇതായാലും നിങ്ങൾക്ക് ഇങ്ങനെ അതിൻ്റെ ശരിക്കുള്ള ഇൻക്രീസിങ് ഓർഡർ കണ്ടുപിടിക്കാം. മറ്റേ ട്രിക്ക് ആയാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. മറ്റേതാണ് ടെക്സ്റ്റിലുള്ളത്, ഇത് നമുക്ക് ഷോർട്ടായിട്ട് ഏതായാലും അവരിങ്ങനെ എഴുതാനൊന്നും പറയില്ല. പക്ഷേ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എനർജീൻ്റെ ഇൻക്രീസിങ് ഓർഡർ അറിയണം. ഓക്കെ, ഏതായാലും പഠിച്ചു വയ്ക്കാം, ഏതായാലും എളുപ്പമാണ്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡാണ്. സെക്കൻഡിൽ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളാണ് കേട്ടോ. സെപ്റ്റംബർ 2012 ഓഗസ്റ്റ് 2018 ഒക്ടോബർ 2011 മാർച്ച് 2009 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കോർഡിംഗ് ടു പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, no two electrons in an atom can have same value for all the 4 quantum number. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പ്രകാരം ഒരു ആറ്റത്തിൽ 2 ഇലക്ട്രോൺസിനും എല്ലാ 4 ക്വാണ്ടം നമ്പറും സെയിം വാല്യൂ ആയിട്ട് വരില്ല. ഒരു ആറ്റത്തിൽ 2 ഇലക്ട്രോൺസിന് എല്ലാ 4 ക്വാണ്ടം നമ്പറും സെയിം വാല്യൂ ആയിട്ട് വരില്ല. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 electrons present in an atom cannot have the same value for all the 4 quantum numbers. ഒരു ആറ്റത്തിലുള്ള 2 ഇലക്ട്രോൺസിന് എല്ലാ 4 ക്വാണ്ടം നമ്പേഴ്സും സെയിം വാല്യൂ ആവാൻ പാടില്ല. ഇത് തന്നെയാണ് അവിടെയും പറയുന്നത്. ഇത് പോസിറ്റീവായിട്ട് പറയുന്നു, മറ്റേത് ആദ്യം തന്നെ നെഗറ്റീവായിട്ട് പറയുന്നു. അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻ്റ് അതെടുക്കാം. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാറ് ഫസ്റ്റ് പറഞ്ഞ ഡെഫിനിഷനാണ്. ഓക്കെ, എനിക്ക് അതാണ് പെട്ടെന്ന് വഴങ്ങുക, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് നിങ്ങളെടുക്കുക, ഏതായാലും ശരിയാവും. The first 3 quantum numbers n, l, m may be same, but the 4th quantum number s will be different. അപ്പോൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എഴുതുമ്പോൾ നമ്മൾ ആ ഡെഫിനിഷൻ മാത്രം എഴുതി നിർത്തരുത്, ഇതും കൂടി എഴുതണം. ഓക്കെ, ഇവിടം വരെ എഴുതണം. ഓക്കെ, പിന്നെ ഹൺസ് റൂളാണ്. അപ്പോൾ ഇവിടം വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, ഫുൾ എഴുതണം. ഒരു കാര്യം എഴുതുമ്പോൾ അത് ഫുൾ എഴുതുക, ജസ്റ്റ് ആ ഡെഫിനിഷൻ എഴുതല്ല വേണ്ട, ഇത്രയും കാര്യങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ഔഫ്ബോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഔഫ്ബോ പറയുമ്പോൾ അവിടെ സ്റ്റാർട്ടിങ് തൊട്ട് അതിൻ്റെ ഡെഫിനിഷൻ തൊട്ട് നമ്മൾ ഇൻക്രീസിങ് ഓർഡർ പറഞ്ഞില്ലേ, അതുവരെ എഴുതണം. ഓക്കെ, അപ്പോൾ
ഇവിടെ പറയുമ്പോൾ 3 ക്വാണ്ടം നമ്പർ N, L, M എന്നുള്ള ആദ്യത്തെ 3 ക്വാണ്ടം നമ്പേഴ്സ് സെയിം ആയിരിക്കും. പക്ഷെ 4ാമത്തെ ക്വാണ്ടം നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. അതെല്ലാത്തിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ. ഇഫ് വൺ ഇലക്ട്രോൺ ഇസ് ഹാവിങ് ക്ലോക്ക് വൈസ് മീൻ അതർ വിൽ ഹാവ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഒരു ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റേതിന് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഹെൻസ് അക്കോർഡിംഗ് ടു പോളി an orbit can accommodate maximum of 2 electron with opposite spin. പോളിൻ്റെ അക്കോർഡിംഗ്ലി ഒരു ഓർബിറ്റിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് സ്പിന്നുള്ള 2 ഇലക്ട്രോൺസെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തെ ഹൺസ് റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്റ്റംബർ 2016 മാർച്ച് 2019 സെപ്റ്റംബർ 2012 ചോദിച്ചതാണ് കേട്ടോ. ഇൻ ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡീജനറേറ്റ് ഓർബിറ്റൽസ്, ഡീജനറേറ്റ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ സെയിം എനർജി ഉള്ള ഓർബിറ്റൽസ്, പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ടേക്സ് പ്ലേസ് ഓൺലി ആഫ്റ്റർ ഈച്ച് ഓർബിറ്റൽസ് ആർ സിംഗ്ലി ഓക്യുപ്പൈഡ്. ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുമ്പോൾ ഡീജനറേറ്റ് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുമ്പോൾ പെയറിംഗ് നടക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഓരോ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺസ് വീതം കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ പെയറിംഗ് നടത്തുള്ളൂ. അതായത് ഒരു എക്സാമ്പിൾ, അപ്പോൾ ഹൺസ് റൂൾ ചോദിക്കുമ്പോൾ ഈ എക്സാമ്പിൾ എഴുതണം കേട്ടോ. നൈട്രജൻ എടുക്കുക. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ എന്താ? 7. അപ്പോൾ ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോമാണ്. നിങ്ങൾ പക്ഷേ എഴുതുമ്പോൾ ഫുള്ളായിട്ട് എഴുതണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെ എഴുതണം. എന്ന് പറയുന്നത് 1s2 2s2 2p3 ആണ്. അതിന് നമ്മളിങ്ങനെ എന്താ പറയുക, സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 2px1 2py1 2pz1 എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ നമ്മൾ ഓരോ ഓർബിറ്റിലെടുക്കുമ്പോൾ എന്താണ്, ഇവിടെ 2 ഫില്ല് ചെയ്തു അല്ലേ? 1s2 എന്നല്ലേ, 2 ഇലക്ട്രോൺസ്, ഇവിടെയും 2 ഇലക്ട്രോൺസ്, ഇവിടെ ഓരോന്നിലും ഓരോന്ന് വീതമുള്ളൂ. ഇപ്പോൾ 2p3 കാണുകയാണെങ്കിൽ തന്നെ 3 p അല്ലേ, അപ്പോൾ 3 ഓർബിറ്റൽസ് ഉണ്ട്. 3 ഓർബിറ്റൽസിലും ഓരോന്ന് ഫില്ല് ചെയ്തതിന് ശേഷമേ ഇത് ഇപ്പോൾ 2p4 ആണെങ്കിൽ അടുത്ത ഓർബിറ്റലിൽ ഇവിടെ പെയറിംഗ് നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഓരോന്നും സിംഗ്ലി ഒക്യുപ്പൈഡ് ആവണം. അതാണ് ഹൺസ് റൂൾ പറയുന്നത്. ഇനി ഓരോ എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ്. ഫസ്റ്റ് ഹൈഡ്രജൻ 1s1, പിന്നെ ഹീലിയം 1s2, പിന്നെ ലിഥിയം 1s2 2s1, പിന്നെ ബെർലിയം 1s2 2s2, പിന്നെ ബോറോൺ 1s2 2s2 2p1. അപ്പോഴല്ല 5 അറ്റോമിക് നമ്പർ ആവുള്ളൂ. 2 + 2 + 1 5. പിന്നെ കാർബൺ 1s2 2s2 2p2. അല്ലെങ്കിൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണ്ട, നിങ്ങൾ ഒരുമിച്ച് എഴുതിയാൽ മതി. മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നുള്ളൂ. പിന്നെ 7th നൈട്രജൻ 1s2 2s2 2p3 ആണ്. സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് ഓർബിറ്റൽസിൽ എത്ര എണ്ണം ഒക്യുപ്പൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 8th ഓക്സിജൻ 1s2 2s2 2px2 2py1 2pz1. പിന്നെ 9th ഫ്ലൂറിൻ. അതായത് ഇപ്പോൾ നോക്കുക, ഇവിടെ ഞാൻ ഓർബിറ്റൽ വൈസ് പറഞ്ഞു തരാണെങ്കിൽ എങ്ങനെ ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ എല്ലാത്തിനും ഓരോ ഇലക്ട്രോൺസ് വീതം കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വരുന്നുണ്ട് അല്ലേ, ഇവിടെയൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ ഓരോന്ന് വീതം കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം എക്സ്ട്രാ വരും. അത് നമ്മൾ ആദ്യത്തെ ഓർബിറ്റിൽ കൊടുക്കുക. പീൻ്റെ ആദ്യത്തെ ഓർബിറ്റിലായുള്ള എക്സിൽ കൊടുക്കുക. അപ്പോൾ 2px2 2py1 2pz1 ആയി. അതുപോലെ ഫ്ലൂറിൻ, നിയോണും സോഡിയവും എല്ലാം ടിൽ സിങ്ക് വരെ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതിനിപ്പോൾ നമ്മൾ ആഫ്റ്റർ നിയോൺ എന്നും ആഫ്റ്റർ ആർഗൺ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഇത്രയും ലെങ്തി ആയിട്ടുള്ളൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയതുകൊണ്ടാണ് ഷോർട്ടൻ ചെയ്ത് എഴുതണേ. അങ്ങനെ എക്സാംസിന് എഴുതാം. ഓക്കെ, പക്ഷേ നിങ്ങൾ കൂടുതലും മറ്റേതായിട്ട് ലെങ്തി ആയിട്ട് എഴുതുകയായിരിക്കും നല്ലത്. ഓക്കെ, ഒരു തരത്തിൽ നമ്മൾ മാർക്ക് കട്ട് ചെയ്യാൻ അവർക്ക് അവസരം കൊടുക്കരുത്, ടീച്ചേഴ്സിന് അവസരം കൊടുക്കരുത്. അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫുള്ളി ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇനി ഇവിടെ നമുക്കറിയാത്ത ചില എലമെൻറ്റ്സ് ഉണ്ടല്ലേ. കാൽഷ്യം വരെയൊക്കെ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ഫസ്റ്റ് തൊട്ട് ഹൈഡ്രജൻ തൊട്ട് കാൽഷ്യം വരെ എന്തായാലും മനപ്പാടായിട്ട് പഠിക്കുക. പിന്നെ സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർ ഇട്ടത് കണ്ടു, ക്രോമിയവും കോപ്പറും. അവർ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അവരുടെ കോൺഫിഗറേഷൻ ഒന്ന് നോക്കൂ. ഇവിടെ 4s2 3d3, ഇവിടെ 4s1 3d5 ആയി. ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ മിസ്സിംഗ് ആയിട്ട് ഇവിടേക്ക് കൊടുത്തു. എന്തുകൊണ്ടാണ് കൊടുത്തത്? റീസൺ ഉണ്ട്, പറഞ്ഞു തരാം. ഇവിടെ നോക്കൂ, ഇവിടെ കോപ്പറിൻ്റെ കാര്യം എടുക്കുമ്പോൾ 4s1 3d10, ഇവിടെ 4s2 3d8, ഇവിടെ 4s1 3d10. അതെങ്ങനെയാണ്? 4s2 3d9 അല്ലേ 11? അല്ല, ഇവിടെ ഒരു റീസൺ ഉണ്ട്, അതും പറഞ്ഞു തരാം. ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്തു, അതാണ് 10. ക്രോമിയത്തിൻ്റെ ജൂലൈ 2017 മാർച്ച് 2017 ഓഗസ്റ്റ് 2014 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പർ ഓഗസ്റ്റ് 2014 ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു റീസണും ചോദിച്ചിട്ടുണ്ടായിരുന്നു. റീസൺ ഇതാണ്: the electronic configuration of chromium and copper is different. This is to make them more stable, as half-filled or fully filled orbital is more stable than a partially filled d sublevel. So, an electron from 4s orbital is excited and rises to 3d orbital. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡിഫറെൻ്റ് ആണ്. റീസൺ എന്താ?
അവരെ കൂടുതൽ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ അവർക്ക് കൊടുത്തേക്കാണ്. അതായത് ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റലാണെങ്കിൽ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റലിനെക്കാട്ടും. ഓക്കെ, അതായത് ഇപ്പോൾ 4s2 പറയുമ്പോൾ എസ്സിൽ പറയുമ്പോൾ 2 ഇലക്ട്രോൺസ് ആണ് പറ്റുക. അപ്പോൾ അതിൽ 2 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫിൽഡ്, 1 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഹാഫ് ഫിൽഡ്. അതുപോലെ ഇപ്പോൾ ഡി ഓർബിറ്റലിലാണെങ്കിൽ 10 ഇലക്ട്രോൺ ആണ് ഫുള്ളി ഫിൽഡ് എന്ന് പറയുക, 5 ഇലക്ട്രോൺ ആകുമ്പോൾ ഹാഫ് ഫിൽഡ്. അപ്പോൾ അങ്ങനെ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആവുന്നതാണ് കൂടുതൽ സ്റ്റേബിൾ. ഇങ്ങനെ ഇപ്പോൾ 7 അല്ലെങ്കിൽ 8 ഒക്കെ ഫിൽഡ് ആവണേക്കാട്ടും അവരാണ് കൂടുതൽ സ്റ്റേബിൾ, ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ്. അപ്പോൾ അതുകൊണ്ടാണ് അവരെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് 4s ഓർബിറ്റലിൽ നിന്ന് ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച് 3D ഓർബിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഓക്കെ, ഇനി അടുത്തത് ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ്. ദ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ psi has no physical significance. ഓർബിറ്റൽ വേവ് ഫംഗ്ഷന് ഒരു തരത്തിലുള്ള ഫിസിക്കൽ സിഗ്നിഫിക്കൻസും ഇല്ല. ദ സ്ക്വയർ ഓഫ് ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ ഹാസ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. പക്ഷേ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ്റെ സ്ക്വയറിന് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതിനെയാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുക. ഓക്കെ, ഇവിടെ നമുക്കൊരു ഡയഗ്രാം ഉണ്ട്. അത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഡയഗ്രാമാണ്. നോക്കുക, 1s-ൻ്റെ psi r ആണിത്, 2s-ൻ്റെ psi f. 1s-ൻ്റെ psi r-ഉം 2s-ൻ്റെ psi r ആണിത്. ഇത് psi സ്ക്വയർ r ആണ് 1s-ൻ്റെ, psi സ്ക്വയർ r ആണ് 2s-ൻ്റെ. മാർച്ച് 2018 ഈ 2 ഡയഗ്രാംസ് വരയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കാം. ഇനി അടുത്തത്, ഇൻ ദ ഗ്രാഫ് ഓഫ് psi r against r for 1s orbital, the value is maximum near the nucleus and decreases with increase in distance from the nucleus. അപ്പോൾ psi r-ഉം r-ന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ആ ഗ്രാഫിൽ 1s ഓർബിറ്റലിന് ന്യൂക്ലിയസിൻ്റെ അടുത്ത് എത്തുമ്പോൾ വാല്യൂ മാക്സിമം ആവും. പക്ഷേ ന്യൂക്ലിയസിൽ നിന്ന് അകന്ന് പോകും തോറും ഡിക്രീസ് ആവാൻ തുടങ്ങും അല്ലേ? അതാണ് നമ്മളവിടെ കാണുന്നത്. For 2s orbital, the value of wave function changes from positive to negative. 2s ഓർബിറ്റലിലാണെങ്കിൽ വേവ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ചേഞ്ച് ആയി വരും. ഓക്കെ, these signs indicate the sign of wave function and it has no connection with positive and negative charge. ഈ സൈൻ, പോസിറ്റീവ് നെഗറ്റീവ് സൈൻ എന്നൊക്കെ പറയുന്നത് വേവ് ഫംഗ്ഷൻ്റെ സൈനാണ്. അതിന് പോസിറ്റീവ് ചാർജ് ആയിട്ടോ നെഗറ്റീവ് ചാർജ് ആയിട്ടോ ഒരു കണക്ഷനും ഇല്ല. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെയൊന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. പക്ഷേ in the graph of psi square r against r for 1s orbital, there is no difference in nature of gas. psi square r-ഉം r-ഉം തമ്മിലുള്ള ആ ഒരു ഗ്രാഫിൽ ഗ്യാസിൻ്റെ നേച്ചറിന് ഒരു ഡിഫറൻസും ഇല്ല. For 2, അത് 1s ഓർബിറ്റലിന്. 2s ഓർബിറ്റലിന് the probability density first decreases to 0. probability density ആദ്യം ഡിക്രീസ് ചെയ്ത് 0ലേക്ക് ആവും, പിന്നെ ഇൻക്രീസ് ചെയ്യും. ആഫ്റ്റർ റീച്ചിങ് എ സ്മോൾ മാക്സിമ ഇറ്റ് ഡിക്രീസസ് അഗൈൻ വിത്ത് ഇൻക്രീസ് ഇൻ r. ഒരു ചെറിയ മാക്സിമം എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അത് ഡിക്രീസ് ചെയ്ത് r കൂടുന്നതിനനുസരിച്ച് വീണ്ടും ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദ റീജിയൻ വിത്ത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ബിക്കം 0 ആണ് നോഡൽ പ്ലെയിൻ. നോഡൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി 0 ആവണ റീജിയൻ ആണ്. ഹെൻസ് നോഡൽ പ്ലെയിൻ ഇസ് എ റീജിയൻ വിത്ത് ദർ ഇസ് നോ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എൻ ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ കാണാൻ ഒരു സാധ്യതയില്ലാത്തൊരു റീജിയനാണ് നോഡൽ പ്ലെയിൻ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് നോഡ്സ് ഫോർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് n-1. എത്ര നമ്പർ ഓഫ് നോഡ്സ് ഉണ്ട് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്? n-1. ഇനി ബൗണ്ടറി സർഫസ് ഡയഗ്രാം. ദ ജനറലി എൻക്ലോസസ് എ റീജിയൻ ഓഫ് സ്പേസ് വിത്ത് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഇസ് വെരി ഹൈ. ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ വളരെ പ്രോബബിലിറ്റി കൂടുതലായിട്ടുള്ള റീജിയൻസിനെ എൻക്ലോസ് ചെയ്യുന്നതാണ് ബൗണ്ടറി സർഫസ് ഡയഗ്രാം. ഓക്കെ, we cannot draw a boundary which covers 100% probability. 100% ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ളൊരു ബൗണ്ടറി ഉണ്ടാവില്ല, വരയ്ക്കാൻ സാധിക്കില്ല. പക്ഷെ 90% ഒക്കെ ആയിട്ട് നമുക്ക് ഇലക്ട്രോണിനെ കാണാൻ പറ്റുന്ന ഒരു സ്പേസ് ഇത് എൻക്ലോസ് ചെയ്യും. അതാണ് ബൗണ്ടറി സർഫസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഷേപ്പ് ഓഫ് എസ് ഓർബിറ്റൽ. ഫോർ എസ് സബ്ഷെൽ L = 0 അല്ലേ? എസ് സബ്ഷെലിന് L 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ L 0 ആണെങ്കിൽ M 0 ആവില്ലേ? സോ ദർ ഇസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ഓറിയൻറ്റേഷൻ പോസിബിൾ. ഹെൻസ് ദർ ഇസ് ഓൺലി വൺ ഓർബിറ്റൽ ഇൻ എസ് സബ്ഷെൽ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. സിൻസ് എസ് ഓർബിറ്റൽ, പക്ഷേ ഷേപ്പ് ഓഫ് എസ് ഓർബിറ്റൽ ചോദിക്കുമ്പോൾ എങ്ങാനും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഒപ്പം ഒരു ഡയഗ്രാം വരയ്ക്കണം. ഡയഗ്രാം കാണിച്ചു തരാം. സിൻസ് എസ് ഓർബിറ്റൽ ഹാസ് വൺ വാല്യൂ, ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എൻ ഇലക്ട്രോൺ ഇൻ ദ എസ് ഓർബിറ്റൽ ഇസ് യൂണിഫോം അറ്റ് എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ്. എസ് സബ്ഷെല്ലിന് ഒരു വാല്യൂ മാത്രമുള്ള കാരണം ഇലക്ട്രോണിൽ നിന്ന് ന്യൂക്ലിയസിൽ നിന്ന് എസ് ഓർബിറ്റലിൽ ഇലക്ട്രോണിനെ ന്യൂക്ലിയസിൽ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിഫോം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഹെൻസ് എസ് ഓർബിറ്റൽസ് ആർ സ്പെറിക്കലി സിമെട്രിക്കൽ.
അതുകൊണ്ട് അങ്ങനെ ഒരു യൂണിഫോം ഡിസ്റ്റൻസിലാണ് അവർ ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് യൂണിഫോം ആയ കാരണം എസ് ഓർബിറ്റൽസ് സ്പെരിക്കലി സിമെട്രിക്കലാണ്. The probability of finding a 1s electron is maximum near to nucleus. 1s ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബിലിറ്റി കൂടുതൽ ന്യൂക്ലിയസിൻ്റെ അടുത്താണ്. All the s orbitals are having same shape. എല്ലാ s ഓർബിറ്റലിനും ഒരേ ഷേപ്പാണ്. പക്ഷേ എന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവും തോറും സൈസ് ഇൻക്രീസ് ആവും. സോ 2s is larger than 1s orbital, 3s is larger than 2s and so on. എന്നിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് സൈസ് ലാർജർ ആവണ കാരണം 2s 1sനെക്കാട്ടും വലുതാണ്, 3s 2sനെക്കാട്ടും വലുതാണ്. പക്ഷേ ആ ഷേപ്പ് അതേപോലെ തന്നെ നിൽക്കും. For 1s orbital no node. 1s ഓർബിറ്റലിന് നോഡില്ല. 2s ഓർബിറ്റലിന് ഒരു നോഡുണ്ട്, 3s ഓർബിറ്റലിന് 2 നോഡുണ്ട്. ഇനി 1s എന്ന് പറയുന്നത് ഇതാണ്, കണ്ടു ഇവിടെ ഇലക്ട്രോൺസിൻ്റെ പ്രോബിലിറ്റി കൂടുതലാണ്, അതുകൊണ്ടാണ് ഇവിടെ തിങ്ങി നിൽക്കണത്. ഇവിടെ കുറവാണ്. 2s കണ്ടു ഇവിടെ കൂടുതലാണ്, ഇതൊരു നോഡാണ്, സ്പേസ്. ഇവിടെ പ്രോബിലിറ്റി ഇവിടെ ഇലക്ട്രോൺസിനെ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇലക്ട്രോൺസിനെ കാണാനുള്ള പ്രോബിലിറ്റി ഇവിടെ കുറവാണ്, ഇവിടെ ഇല്ല, നന്നേ ഇല്ല. ഓക്കെ, ഇതാണ് ഷേപ്പ് ഓഫ് എസ് ഓർബിറ്റൽ എന്ന് ചോദിച്ചാൽ വരയ്ക്കേണ്ടത്. ജൂലൈ 2017 ഷേപ്പ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരയ്ക്കാൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് വരച്ചാൽ മതി, ബട്ട് എക്സ്പ്ലെയിൻ വിത്ത് ദ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി ഷേപ്പ് ഓഫ് പി ഓർബിറ്റൽ. ഫോർ പി ഓർബിറ്റൽ L = 1 when M = -1 0 1. പി ഓർബിറ്റലിന് L എന്ന് പറയുന്നത് 1 ആണ്, M എന്ന് പറയുന്നത് -1 തൊട്ട് 1 ഉണ്ട്. അതായത് 3 p orbitals. 3p orbitals അല്ല, 3 p orbitals ഉണ്ട്. Unlike s orbital, the boundary surface diagram for p orbital is not spherical. അതായത് s ഓർബിറ്റലിനെ പോലെ ബൗണ്ടറി സർഫസ് ഡയഗ്രാം p ഓർബിറ്റലിന് സ്പെരിക്കൽ അല്ല. Instead, each p orbital consists of 2 sections known as lobes that are on either side of the plane that passes through the nucleus. എസ് ഓർബിറ്റലിനെ പോലെ ബൗണ്ടറി സർഫസ് പി ഓർബിറ്റലിൻ്റെ ബൗണ്ടറി സർഫസ് ഡയഗ്രാം സ്പെരിക്കൽ അല്ല. പകരം ഓരോ പി ഓർബിറ്റലിന് 2 സെക്ഷൻ ഉണ്ട്, അതാണ് ലോബ്. അത് ന്യൂക്ലിയസിൽ കൂടെ പാസ് ചെയ്ത് പ്ലെയിനിൻ്റെ ഏത് സൈഡിലായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇസ് 0 where the 2 lobes touch each other. അതായത് 2 ലോബ് ടച്ച് ചെയ്യണ ആ ഒരു പൊസിഷനിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. The 3 p orbitals belonging to the 2p subshell have same shape, size and energy. 3 p ഓർബിറ്റലും 2p സബ്ഷെല്ലാണെന്ന് വിചാരിക്കും. അവർക്ക് സെയിം ഷേപ്പും സൈസും എനർജിയൊക്കെ ആയിരിക്കും. അതിനാണ് ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയുക. സിൻസ് ദ ലോബ് ആർ കൺസിഡർഡ് ടു ലൈ അലോങ് XYZ ആക്സിസ്, they are designated as 2px, 2py and 2pz. അപ്പോൾ അവരുടെ ലോബ് XYZ പ്ലെയിനിലായ കാരണം അവരെ 2px എന്നും 2py എന്നും 2pz എന്നും ഡെസിഗ്നേറ്റ് ചെയ്യും. With increase in n, size of energy increases. Nൻ്റെ വാല്യൂ കൂടുന്തോറും എനർജിയും സൈസും കൂടും. 4p ആണ് ഗ്രേറ്റർ, പിന്നെ 3p, പിന്നെ 2p. ജൂലൈ 2017 ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പി ഓർബിറ്റലിൻ്റെ ഒരു ഷേപ്പ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇത് വരയ്ക്കുക കേട്ടോ. ഇത് 2px ആണ്, XY പ്ലെയിൻ Z. അവിടെ 2px ആണെങ്കിൽ എക്സിന് ക്രോസ് ആയിട്ട് ലോബ് വരയ്ക്കുക, 2py ആണെങ്കിൽ വൈന് ക്രോസ് ആയിട്ട് ലോബ് വരയ്ക്കുക, 2pz ആണെങ്കിൽ സെഡിന് ക്രോസ് ആയിട്ട് ലോബ് വരയ്ക്കുക. ഇനി ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് ഫോർ എൻ ഓർബിറ്റൽ എന്ന് പറയുന്നത് ആംഗുലാർ നോഡ് പ്ലസ് റേഡിയൽ നോഡാണ്. ഓർബിറ്റലിന് ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് എന്ന് പറയുന്നത് ആംഗുലാർ നോഡും റേഡിയൽ നോഡും കൂടിയതാണ്. ആംഗുലാർ നോഡ് എന്ന് പറഞ്ഞാൽ L എന്നാണ്, റേഡിയൽ നോഡ് എന്ന് പറഞ്ഞാൽ n-L-1 ആണ്, അതായത് n-1. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് ഫോർ എൻ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ n-1. ദ വാല്യൂ ഓഫ് M ഫോർ പി ഓർബിറ്റൽ എന്ന് പറയുന്നത് -1 0 1. അതിന് XYZ ആയിട്ട് ഒരു റിലേഷനും ഇല്ല കേട്ടോ. By convention, PZ orbital is taken as orbital along internuclear axis. കൺവെൻഷൻ പ്രകാരം PZ ഓർബിറ്റൽ ഇന്റർന്യൂക്ലിയർ ആക്സിസിൽ കൂടെ പാസ് ചെയ്യുന്ന ഓർബിറ്റലാണ്. അപ്പോൾ അതിൻ്റെ M എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കും. PXൻ്റെയും PYൻ്റെയും +1 -1 ആയിട്ട് എടുക്കും. അതായത് PX +1 PY -1 ആയിട്ട് എടുക്കും. ഇനി ഷേപ്പ് ഓഫ് ഡി ഓർബിറ്റൽ. ഇതാണ് ഡി ഓർബിറ്റലിൻ്റെ ഷേപ്പ്. DXYൻ്റെ XY പ്ലെയിനിൽ അതിൻ്റെ ബിറ്റ്വീൻ ആയിട്ടാണ്, ആ പ്ലെയിനിൻ്റെ ബിറ്റ്വീൻ ആയിട്ടാണ് ഷേപ്പ് ഉണ്ടാവുക. കണ്ടു, DXY. DXZ ആണെങ്കിൽ എക്സും Z ആയിരിക്കും പ്ലെയിൻ, DXZ. DYZ ആണെങ്കിൽ Yയും Z ആയിരിക്കും പ്ലെയിൻ. DX² - Y² ആണെങ്കിൽ ആക്സസിന് എലോങ് ആയിരിക്കും. കണ്ടു, എക്സും Y ആണ് പ്ലെയിൻ. DZ² ആണെങ്കിൽ ആക്സസിന് എലോങ് ആയിരിക്കും, എക്സും സെഡും പ്ലെയിനിൽ Y വരുന്നു. എന്നിട്ട് ഇങ്ങനൊരു കോളർ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഫോർ ഡി ഓർബിറ്റൽ L = 2,
when L equal to 2, M equal to -2 to +2. അപ്പോൾ d ഓർബിറ്റലിന് L2 ആണ്. L2 ആണെങ്കിൽ -2 തൊട്ട് +2 വരെയായിരിക്കും എമ്മിൻ്റെ വാല്യൂ. ദിസ് മീൻസ് ദാറ്റ് ദർ ആർ 5 ഓറിയൻറ്റേഷൻ ലീഡിങ് ടു 5 ഡിഫറെൻറ്റ് ഓർബിറ്റൽസ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? 5 ഓറിയൻറ്റേഷൻ ഉണ്ട്, 5 ഡിഫറെൻറ്റ് ഓർബിറ്റൽസ് ഇതിലുണ്ട്. ആ 5 ഓറിയൻറ്റേഷനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതാണ് dxy, dxz, dyz, dx² - y² dz². ഈ മൂന്നെണ്ണം ആക്സിസിൻ്റെ ഇടയിലാണ്. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? ആക്സിസിൻ്റെ ഇടയിലാണ്. ഇത് രണ്ടെണ്ണം ആക്സിസിന് അലോങ് ആണ്, ആക്സിസിന് തൊട്ട് പോകുന്നതാണ്, ആക്സിസിൻ്റെ മേലെയാണ്. ദ ഫസ്റ്റ് 4 ഓർബിറ്റൽസ് ആർ സിമിലർ. ആദ്യത്തെ 4 ഓർബിറ്റൽസും സിമിലർ ആണ്. കണ്ടെയ്നിങ് 4 ലോബ്സ് ആൻഡ് 5th ഓർബിറ്റൽ ഇസ് ഡിഫറെൻറ്റ്. ഇവിടെ നോക്കൂ, ഈ ഓർബിറ്റലും ഈ ഓർബിറ്റലും ഈ ഓർബിറ്റലും ഇതും സെയിം ആണ്, പക്ഷേ ഇവിടെ ഡിഫറെൻ്റ് അല്ലേ? നോക്കാം എന്തുകൊണ്ടാണ്. ദ ഫസ്റ്റ് 4 ഓർബിറ്റൽസ് ആർ ക്ലോവർ ലീഫ് ഷേപ്പ്. 5th ഇസ് റിഗാർഡഡ് ആസ് ഡോണറ്റ് ഷേപ്പ്. 5ാമത്തെ ഡോണറ്റ് ഷേപ്പും ആദ്യത്തെ 4 ക്ലോവർ ലീഫ് ഷേപ്പുമാണ്. n കൂടുന്നതിനനുസരിച്ച് ഷേപ്പ് സെയിം ആയിരിക്കും, പക്ഷേ എനർജിയും സൈസും ഡിഫറെൻ്റ് ആയിരിക്കും. ഷേപ്പ് സെയിം ആയിട്ട് തന്നെ വരും, n കൂടുന്നതിനനുസരിച്ച്, പക്ഷേ എനർജിയും സൈസും ഡിഫറെൻ്റ് ആയി വരും. dz² ഓർബിറ്റലിന് റിങ് അല്ലെങ്കിൽ ഒരു കോളർ ഉണ്ട്. ദർ ഇസ് എ റിങ് ഓർ എ കോളർ ഓഫ് ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ XY പ്ലെയിൻ. XY പ്ലെയിനിൽ ഒരു റിങ് അല്ലെങ്കിൽ ഒരു കോളർ ഉണ്ട് ഓഫ് ഹൈ ഡെൻസിറ്റി. ഓക്കെ, അത് dz² മാത്രമേ ഉള്ളൂ. ഫോർ P and D ഓർബിറ്റൽസ് ഇൻ അഡീഷൻ ടു റേഡിയൽ നോഡ് ദർ ആർ ആംഗുലർ നോഡ്സ് ഓൾസോ. P and D ഓർബിറ്റൽസിന് റേഡിയൽ നോഡ് അല്ലാണ്ട് ആംഗുലർ നോഡും കൂടി ഉണ്ട്. ഇനി അടുത്തത് മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. The phenomenon of ejection of electron from the surface of the metal when light of suitable frequency falls on it is called photoelectric effect. അപ്പോൾ മെറ്റൽ സർഫസിലേക്ക് ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് അവിടേക്ക് വീണാൽ, ആ മെറ്റൽ സർഫസിലേക്ക് വീണാൽ അവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യും. ആ ഒരു ഫിനോമിന പറയുന്നതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഓക്കെ, ഇനി ദ റിസൾട്ട്സ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ഡൺ ബൈ ഹേർട്സ് ആർ. ഈ എക്സ്പെരിമെൻറ്റ് ഹേർട്സ് നടത്തിയിട്ടുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ ഈ റിസൾട്ട് August 2018 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റത്തെ, ദ ഇലക്ട്രോൺസ് ആർ റിജക്റ്റഡ് ഫ്രം ദ മെറ്റൽ സർഫസ് ആസ് സൂൺ ആസ് എ ബീം ഓഫ് ലൈറ്റ് സ്ട്രൈക്സ് ദ മെറ്റൽ. അപ്പോൾ ലൈറ്റ് പെട്ടെന്ന് മെറ്റലിനെ തൊട്ടതും അപ്പോൾ തന്നെ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്തു. അതായത് ദർ ഇസ് നോ ഡിലേ ബിറ്റ്വീൻ ദ സ്ട്രൈക്കിംഗ് ഓഫ് ലൈറ്റ് ആൻഡ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ. ലൈറ്റ് മെറ്റലിൽ സ്ട്രൈക്ക് ചെയ്തപ്പോൾ തന്നെ ഇലക്ട്രോൺ ഇജക്ട് ചെയ്യപ്പെട്ടു. രണ്ടാമത്തെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. March 2013 ചോദിച്ചതാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്തത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണലാണ്. ഫോർ ഈച്ച് മെറ്റൽ ദർ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് മിനിമം ഫ്രീക്വൻസി below which the photoelectric effect is not observed. ഓക്കെ, അപ്പോൾ ഓരോ മെറ്റലിനും ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട്, അതായത് ഓരോ മെറ്റലിനും മിനിമം ഫ്രീക്വൻസി ഉണ്ട്. ആ മിനിമം ഫ്രീക്വൻസിക്ക് താഴെയാണെങ്കിൽ ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, at a frequency mu greater than mu0 electrons are emitted and they move with certain kinetic energy. അപ്പോൾ ഒരു ഫ്രീക്വൻസി mu greater than mu0 ഒരു ഫ്രീക്വൻസിയിൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. എന്നിട്ട് അവരൊരു കൈനറ്റിക് എനർജി, ഒരു പർട്ടിക്കുലർ കൈനറ്റിക് എനർജിയിലാണ് മൂവ് ചെയ്യുക. Although the number of electrons emitted depend upon the intensity of light. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത് ഇൻറ്റൻസിറ്റി തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുക ലൈറ്റിൻ്റെ ഫ്രീക്വൻസിനെയാണ്, ഇൻറ്റൻസിറ്റീനെ അല്ല. അത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ പോലെ വരാറുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ റെഡ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ഇത്രയാണ്. ഓഫ് എനി ബ്രൈറ്റ്നെസ്, അതായത് ഇൻറ്റൻസിറ്റി, മേ ഷൈൻ എ പീസ് ഓഫ് പൊട്ടാഷ്യം മെറ്റൽ ബട്ട് നോ ഇലക്ട്രോൺസ് ആർ റിജക്റ്റഡ്. അപ്പോൾ റെഡ് ലൈറ്റ് പൊട്ടാഷ്യം മെറ്റലിന് ഷൈൻ ചെയ്യിപ്പിക്കും, പക്ഷേ ഇലക്ട്രോൺസ് ഒന്നും ഇജക്റ്റ് ചെയ്യില്ല. ബട്ട് എ വീക്ക് യെല്ലോ ലൈറ്റ്, ഫ്രീക്വൻസി ഇത്രയാണ്, ഓഫ് എനി ബ്രൈറ്റ്നെസ് ക്യാൻ ഇജക്റ്റ് ഇലക്ട്രോൺ ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇസ് ഒബ്സർവ്ഡ്. പക്ഷെ ഒരു വീക്ക് ആയിട്ടുള്ള യെല്ലോ ലൈറ്റ് ഏതൊരു ബ്രൈറ്റ്നെസ്സിലെടുത്താലും അതിന് ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യാൻ പറ്റും. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും ഒബ്സർവ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ പൊട്ടാഷ്യം മെറ്റലിൻ്റെ ത്രെഷ്ഹോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 × 10⁻14 ഹെർട്സ് ആണ്. അപ്പോൾ അത് കാരണമാണ് 5ൻ്റെ അടുത്തുള്ള 5നെക്കാട്ടും ഫ്രീക്വൻസി ഉള്ള യെല്ലോ ലൈറ്റിന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞൊരു മിനിമം ത്രെഷ്ഹോൾഡ് ഫ്രീക്വൻസി വേണം, എന്നാലേ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ പ്രൂവ് ചെയ്യണ ഒരു പോയിൻ്റ് ആട്ടോ, അത് ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് യൂസിങ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ഐൻസ്റ്റീൻ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി യൂസ് ചെയ്തിട്ടാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. When a photon of sufficient energy strikes a metal,
ഒരു സഫീഷ്യൻറ്റ് എനർജിയുള്ള ഒരു ഫോട്ടോൺ മെറ്റലിനെ സ്ട്രൈക്ക് ചെയ്താൽ ഇറ്റ് ട്രാൻസ്ഫേർസ് ദ എനർജി ടു ദി ഇലക്ട്രോൺ. ദി ഇലക്ട്രോൺ ഇസ് ഇജക്റ്റഡ് വിത്തൗട്ട് എനി ടൈം ലാഗ് ഓർ ഡിലേ. അപ്പോൾ ആ എനർജി ഇലക്ട്രോണിലേക്ക് ട്രാൻസ്ഫർ ആവും. അങ്ങനെ ഫോട്ടോൺ വന്ന് ഒരു സഫീഷ്യൻറ്റ് എനർജി ഉള്ളൊരു ഫോട്ടോൺ വന്ന് മെറ്റലിൽ സ്ട്രൈക്ക് ചെയ്താൽ ആ എനർജി ഇലക്ട്രോണിലേക്ക് ട്രാൻസ്ഫർ ആവും. അങ്ങനെ ഇലക്ട്രോൺ ഒരു ടൈം ലാഗും ഇല്ലാതെ ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യും. Greater the energy possessed by the photon, greater will be the transfer of energy and kinetic energy will be greater of the ejected electron. അപ്പോൾ എനർജി ഫോട്ടോണിലുള്ള എനർജി കൂടുതലാണെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജിയും കൂടുതലായിരിക്കും, ആ ഇജക്റ്റഡ് ഇലക്ട്രോണിന് കിട്ടുന്ന കൈനറ്റിക് എനർജിയും കൂടുതലായിരിക്കും. ഇൻ അതർ വേർഡ്സ്, കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഇസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഇജക്റ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണലാണ്. Since the striking photon has energy equal to h nu and the minimum energy required to eject h nu 0 work function, the difference in energy is transferred as kinetic energy of electron. അപ്പോൾ ഒരു ഫോട്ടോൺ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എനർജി എന്ന് പറയുന്നത് എച്ച് ന്യൂവും മിനിമം എനർജി എന്ന് പറയുന്നത് എച്ച് ന്യൂ 0 ആണ്. വർക്ക് ഫംഗ്ഷൻ എന്നാണ് എച്ച് ന്യൂ 0 എന്ന് പറയുക. അപ്പോൾ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിക്ക് ഈക്വലാണ്. എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0 = ½ mv². എച്ച് ന്യൂവിന് ½ mv² പ്ലസ് എച്ച് ന്യൂ 0 എന്ന് എഴുതാം. എം എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസ്, വി എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി. ഇനി a more intense beam consists of large number of photons. ഒരു കൂടുതൽ ഇൻറ്റൻസ്ഡ് ആയിട്ടുള്ള ഒരു ബീമിന് കുറേ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഉണ്ടാവും. നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടിയ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യണതും കൂടും. ഇനി അടുത്തത് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിന് മുമ്പ് നിങ്ങൾക്കൊരു കുറച്ച് ടിപ്സ് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ടിപ്സ്. ഈ ടിപ്പ് ഞാൻ ആദ്യമേ പറഞ്ഞു തന്നു. ഇനി അടുത്തത് ഇതാണ്. മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഈക്വൽ ടു maximum number of orbitals possible in an orbit എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഇൻ nth എനർജി ലെവൽ ഓഫ് ആൻ ആറ്റം എന്ന് പറയുന്നത് n² ആണ്. ഇനി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പോസിബിൾ ഇൻ ആൻ ഓർബിറ്റ് എന്ന് പറയുന്നത് 2n² ആണ്. ഒരു ഓർബിറ്റിൽ പോസിബിൾ ആയിട്ടുള്ള മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2n² ആണ്. മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റൽസ് പോസിബിൾ ഇൻ എ സബ്ഷെൽ എന്ന് പറയുന്നത് 2l+1 ആണ്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ പോസിബിൾ ഇൻ എ സബ്ഷെൽ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇത് നമ്പർ ഓഫ് ഓർബിറ്റൽസ്, ഇത് ഇലക്ട്രോൺസ്, 2 × 12+1 ആണ്. നമ്പർ ഓഫ് നോഡ് പ്ലെയിൻസ് എന്ന് പറയുന്നത് L ആണ്. ഇനി നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് പ്രസൻറ്റ് ഇൻ ഓർബിറ്റൽ എന്ന് പറയുന്നത് n−l−1 ആണ്. ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ഓഫ് എൻ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ h/2π√L×L+1 ആണ് കേട്ടോ. മനസ്സിലാക്കി വയ്ക്കാം. ഇനി നമുക്ക് 22nd ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് ദ വാല്യൂസ് ഓഫ് n, l, m and s ഫോർ ദ വാലൻസ് ഇലക്ട്രോൺ ഓഫ് സോഡിയം. സോഡിയത്തിൻ്റെ n, l, m വാല്യൂസ് എന്താണെന്ന് കാണാനാണ് പറയുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം എന്ന് പറയുന്നത് 1s2, 2s2, 2p6, 3s1 ആണ്. വാലൻസ് ഇലക്ട്രോൺ ഏതാ? വാലൻസ് ഇലക്ട്രോണിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3s1 ആണ് വാലൻസ് ഇലക്ട്രോൺ. അതിൻ്റെ n എന്താണ്? 3 ആണ്. l എന്താണ്? s അല്ലേ? s ആവശ്യമില്ലായ കാരണം l 0 ആണ്. m എന്താണ്? m വീണ്ടും 0 ആണ്. -l തൊട്ട് പോസിറ്റീവ് l ആയ കാരണം m 0 ആണ്. s എന്ന് പറയുന്നത് +½ -½ ഹൗ മെനി ഓർബിറ്റൽസ് ആർ പോസിബിൾ ഫോർ ദ സബ്ഷെൽ ഹാവിങ് l = 3? l = 3 എത്ര ഓർബിറ്റൽസ് പറ്റും? എങ്ങനെ കണ്ടുപിടിക്കാം? m = എന്ന് പറഞ്ഞ് എഴുതുക. m ആണ് നമ്പർ ഓഫ് ഓർബിറ്റൽസ് തരിക അല്ലേ. അപ്പോൾ m എന്ന് പറയുന്നത് -3 തൊട്ട് 3 വരെ, അതായത് 7. എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6, 7 എണ്ണം നമ്പർ ഓഫ് ഓർബിറ്റൽസ് 7. ഇനി അടുത്ത 24ാമത്തെ ചോദ്യം. ഹൗ മെനി ഓർബിറ്റൽസ് ആർ പോസിബിൾ ഫോർ ദ എനർജി ലെവൽ വിത്ത് n = 4? n = 4 എനർജി ലെവലിലുള്ള ഒരാൾക്ക് എത്ര നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഉണ്ടെന്ന്, എത്ര നമ്പർ ഓഫ് ഓർബിറ്റൽസ് പോസിബിൾ ആണെന്ന്. അപ്പോൾ n = 4 ആണെങ്കിൽ അതിന് s ഉണ്ടാവും, p ഉണ്ടാവും, d ഉണ്ടാവും, f ഓർബിറ്റൽസ് ഒക്കെ ഉണ്ടാവും അല്ലേ. ഏതാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. n = 4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് 4s ആവാം, 4p ആവാം, 4d ആവാം, 4f ആവാം അല്ലേ. ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എസും പിയും ഡിയും എഫ് ഓർബിറ്റൽസും ഉണ്ട്. s എന്ന് പറഞ്ഞാൽ 1 ആണ് വാല്യൂ, p എന്ന് പറഞ്ഞാൽ 3 ആണ്, d എന്ന് പറഞ്ഞാൽ 5 ആണ്, f എന്ന് പറഞ്ഞാൽ 7 ആണ് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്തായിരിക്കും? 1 + 3 + 7 + 5 + 7 എന്ന് പറയുന്നത് 16. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 25th ക്വസ്റ്റ്യൻ ആണ്. എനർജി അസോസിയേറ്റഡ് വിത്ത് ദ ഫസ്റ്റ് ഓർബിറ്റ് ഇൻ ഹൈഡ്രജൻ ആറ്റം ഇസ് -2.18 × 10⁻18 J/atom. കാൽക്കുലേറ്റ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ഫിഫ്ത്ത് ഓർബിറ്റ്. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റ്, ഹൈഡ്രജൻ ആറ്റത്തിലെ ഫസ്റ്റ് ഓർബിറ്റിൻ്റെ എനർജി ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ ഫിഫ്ത്ത് ഓർബിറ്റിൻ്റെ എന്തായിരിക്കും? അതിൻ്റെ ഫോമുലയാണിത്, പഠിച്ചു വയ്ക്കുക. En = -2.18 × 10⁻18/n². E5 ആണ്, n5 ആണ്, അവിടെ ഫിഫ്ത്ത് ഓർബിറ്റാണ് പറയുന്നത്. അപ്പോൾ E5 = -2.18 × 10⁻18/25. n² 5² ചെയ്യുമ്പോൾ 25. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -8.72 × 10⁻20 J/m കിട്ടും. ഇനി അടുത്തത് 26th ക്വസ്റ്റ്യൻ ആണ്.
കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ഫിഫ്ത്ത് ഓർബിറ്റ് ഫോർ ഹൈഡ്രജൻ ആറ്റം. നമ്മൾ എന്താ പറഞ്ഞിരുന്ന ഇക്വേഷൻ Rn is equal to 52.9 n²/z എന്നാണ്. ഇവിടെ z എന്താ ഹൈഡ്രജൻ ആയതുകൊണ്ട് 1 ആണ്. അപ്പോൾ ബൈ 1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. 52.9 × 5² n² എന്ന് പറഞ്ഞാൽ 5² എന്ന് പറയുന്നത് 1322.5 പൈക്കോമീറ്റർ. ഇനി അടുത്തത് 27th question ആണ്. A photon of wavelength 4 × 10⁻⁷ meters strikes on a metal surface. Calculate the kinetic energy of emitted electron, velocity of photoelectron. അപ്പോൾ ഒരു വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, കൈനറ്റിക് എനർജിയും വെലോസിറ്റി കാണാൻ പറയുന്നത്, വർക്ക് ഫംഗ്ഷനും തന്നിട്ടുണ്ട്. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 × 10⁻⁹ ജൂളാണെന്ന് മനസ്സിലാക്കുക. ഇനി ലാംഡ തന്നിട്ടുണ്ട്, h0 തന്നിട്ടുണ്ട്. ഓക്കെ, h0 നമുക്ക് തന്നിരുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. അപ്പോൾ അത് ജൂളാക്കണം, കാരണം ഇവിടെ നമുക്ക് ജൂളാണ് ആവശ്യം. അപ്പോൾ ജൂളിലേക്ക് ആക്കുമ്പോൾ 1.6 × 10⁻⁹ ചെയ്യുമ്പോൾ 3.408 × 10⁻⁹ ജൂളിന് കിട്ടും. hν is equal to hc/λ. hν അല്ല കാണേണ്ട, കൈനറ്റിക് എനർജി കാണാൻ hν - hν0 അല്ലേ, hν - hν0. അപ്പോൾ hν കാണാൻ വേണ്ടിയിട്ട് hc/λ എടുക്കുക. h എന്ന് പറയുന്നത് 6.626 × 10⁻34 × 3 × 10⁸ ബൈ തന്നിരിക്കുന്നത് ലാംഡ 4 × 10⁻⁷. അപ്പോൾ എന്ത് കിട്ടും? 4.96 × 10⁻⁹ ജൂളിന് കിട്ടും. കൈനറ്റിക് എനർജി എന്താ? hν - hν0 അല്ലേ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 1.56 × 10⁻⁹ ജൂളിന് കിട്ടും. ഇനി അടുത്തത് വെലോസിറ്റി കാണാനാണ്. അപ്പോൾ ½ mv² എന്ന് പറയുന്നതാണ് കൈനറ്റിക് എനർജി. അത് നമുക്ക് ഈ വാല്യൂ തന്നിട്ടുണ്ട്. അതിലിനി മാസ് അല്ലേ, മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? 9.1 × 10⁻31. അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീൻ്റെ വാല്യൂ 5.8 × 10⁵ m/s കിട്ടും. b² കണ്ടുപിടിച്ച് അവിടെ അവസാനിപ്പിക്കരുത് കേട്ടോ, അതെല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. v കണ്ടുപിടിച്ചിട്ട് നിർത്തുക. 28th question ആണ്, ഒരു ടെസ്റ്റ് യുവർ സെൽഫ് ക്വസ്റ്റൻ ആണ്. Represent the orbital with quantum number n = 5 and l = 3. ജൂലൈ 2019 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. എല്ലാവരും എന്താ ആൻസർ എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് 29th question. Threshold frequency for a metal is 7 × 10⁻14 (10⁻⁻1). Calculate the kinetic energy of an emitted electron when the radiation of frequency 1 × 10⁻15 (10⁻1) hits the metal. ജൂലൈ 2019 ചോദിച്ചതാണ്. ത്രഷോൾഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനാണ് പറയുന്നത്, സാധാരണ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഓക്കെ, എന്താ ആൻസർ എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. ഇനി അടുത്ത 30th question. Mention 2 observations which could not be explained by the wave nature of electromagnetic radiation. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ വേവ് നേച്ചറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത 2 ഒബ്സർവേഷൻ. ഒന്ന് ബ്ലാക്ക് ബോഡി റേഡിയേഷനും 2 ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഓഗസ്റ്റ് 2018 ചോദിച്ചതാണ്. ഇനി അടുത്തത് ടെസ്റ്റ് യുവർ സെൽഫ് ക്വസ്റ്റ്യൻ ആണ്. Name the quantum number which gives the spatial orientation of an orbital with respect to standard set of coordinate axis. August 2018 ചോദിച്ചതാണ്. എന്താ ആൻസർ എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇനി 32th question. How many angular nodes are present in fiber of orbital? Fiber of orbital എത്ര angular nodes ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറയുകയാണ്. മാർച്ച് 2018 ചോദിച്ചതാണ്. angular nodes എന്ന് പറഞ്ഞാൽ L. ഇനി 33rd question. Find the number of electrons in subshell with L = 2. പിന്നെ represent the orbital with n = 1, l = 0. മാർച്ച് 2017 ചോദിച്ചതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി അടുത്ത 34th question. Quantum number gives the address of electrons അല്ലേ. Explain the quantum number which determines the distance of electron from the nucleus. ന്യൂക്ലിയസ് നിന്ന് ഇലക്ട്രോണിൻ്റെ ഡിസ്റ്റൻസ് കാണുന്നത് ആരാ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലേ, n ആണ്. സെപ്റ്റംബർ 2016 ചോദിച്ചതാട്ടാ. പിന്നെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ കാണുന്നത് ആരാ? അസിമുത്തൽ ക്വാണ്ടം നമ്പർ. സെൽഫ് ക്വസ്റ്റ്യൻ ആണ്. Atomic orbitals are precisely distinguished by quantum number. Name 4 quantum number represent the orbitals below. n = 1, l = 0, n = 2, l = 1. Number of unpaired electrons present in nickel is 2 ആണ്, 0 ആണ്, 1 ആണ്, 3 ആണ്. മാർച്ച് 2016 ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ 4 ക്വാണ്ടം നമ്പർ ഏതാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഓർബിറ്റൽസ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ടെസ്റ്റ് യുവർ സെൽഫ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആർ നോട്ട് പോസിബിൾ? മാർച്ച് 2015 ചോദിച്ചതാണ്. ഫസ്റ്റത്തെ n = 2, l = 2, m എന്ന് പറയുന്നത് 0, ms എന്ന് പറയുന്നത് s തന്നെ പ്ലസ് ഹാഫ്. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് n = 1, l = 0, m = 0, ms എന്ന് പറയുന്നത് മൈനസ് ഹാഫ്. തേർഡ് എന്ന് പറയുന്നത് n = 3, l = 2, m എന്ന് പറയുന്നത് -3, s എന്ന് പറയുന്നത് പ്ലസ് ഹാഫ്. നാലാമത്തെ n = 2, l = 1, m എന്ന് പറയുന്നത് 1, s എന്ന് പറയുന്നത് പ്ലസ് ഹാഫ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇനി അടുത്ത 37th question. Among the following electronic configuration, which one is correct? Substrate your answer. ഇനി തന്നിട്ടുണ്ട്
ഇതിലേതാണ് കറക്റ്റ്? ഇതാണ്. ഫസ്റ്റത്തെ നോക്കാം. മാർച്ച് 2014 ചോദിച്ചതാണ് കേട്ടോ. ഫസ്റ്റത്തെ നോക്കാം. ഇത് ഫുള്ളി ഫിൽഡാണ്. ഇതിങ്ങനെയാണ് ഫില്ല് ചെയ്തത്. ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പാടില്ല. ആദ്യം എല്ലാം ക്ലോക്ക് വൈസ് ആയിരിക്കണം. അപ്പോൾ ഇത് ശരിയല്ല, ഇത് റോങ് ആണ്. ഇനി ഇത് നോക്കാം. ഇത് നോക്കൂ, ഇത് ഫുള്ളി ഫിൽഡാണ്. പിന്നെ ഇത് ഓരോന്ന് സിംഗ്ലി ഓക്യുപ്പൈ ആയതിനു ശേഷമേ പെയറിങ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഹൺസ് റൂൾ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ശരിയല്ല. ഇനി അടുത്തത്, ഇത് ഫുള്ളി ഫിൽഡാണ്, സിംഗ്ലി ഓക്യുപ്പൈഡ് ആണ്. അപ്പോൾ ഇതാണ് ആൻസർ. ഇത് നിങ്ങൾ എഴുതുമ്പോൾ എഴുതണം കേട്ടോ, ഇതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ട്. ദിസ് ഇസ് ബിക്കോസ് അക്കോർഡിംഗ് ടു ഹൺസ് റൂൾ ദ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ വിൽ ടേക്ക് പ്ലേസ് ഓൺലി ആഫ്റ്റർ ഈച്ച് ഓർബിറ്റൽസ് ആർ സിംഗ്ലി ഓക്യുപ്പൈഡ് ചെയ്ത ശേഷം മാത്രമേ ഓരോന്നിന് പെയറിംഗ് നടക്കുള്ളൂ. ഓക്കെ, സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അറ്റോമിക് സ്ട്രക്ചർ എന്നുള്ള ചാപ്റ്റർ. നമ്മളിനി ടെസ്റ്റ് യുവർ സെൽഫിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ടിൽ ദെൻ, താങ്ക് യു.